വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ അറങ്ങോട്ടുകര വില്ലേജ് ഓഫീസ് അസിസ്റ്റന്റിനെ വിജിലൻസ് പിടികൂടി. 5000 രൂപ ഇയാൾ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് പിടിയിലായത്. ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി അനീഷ ആന്റണി ചേരുകയാണ് നമ്മളോടൊപ്പം. അനീഷ, എന്താണ് ഈ സംഭവം? എങ്ങനെയാണ് ഇയാളെ പിടികൂടിയത്? 5000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് ഇയാൾ പിടിയിലായതെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? അനുജ, ആറങ്ങോട്ടുകര വില്ലേജ് ഓഫീസിലെ വില്ലേജ് അസിസ്റ്റന്റ് ആയ അയ്യപ്പനാണ് അല്പം മുമ്പ് തൃശൂർ വിജിലൻസ് സംഘത്തിന്റെ പിടിയിലായത്. 5000 രൂപ ഇയാൾ ROR സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായി ആണ് കൈക്കൂലി ആവശ്യപ്പെട്ടത്. പട്ടാമ്പി സ്വദേശിയായ അബ്ദുള്ളക്കുട്ടി എന്ന ആളുടെ പക്കൽ നിന്നാണ് ഇയാൾ കൈക്കൂലി ആവശ്യപ്പെട്ടത്. ഈ കൈക്കൂലി ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ പട്ടാമ്പി സ്വദേശിയായ അബ്ദുള്ളക്കുട്ടി തൃശൂർ വിജിലൻസിൽ പരാതി നൽകുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ പേരിലുള്ള സ്ഥലത്തിന്റെ ROR സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിനായി ആറങ്ങോട്ടുകര വില്ലേജിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. ഈ അപേക്ഷ പ്രകാരം സ്ഥലം നോക്കുന്നതിനായി ഈ വില്ലേജ് അസിസ്റ്റന്റ് അയ്യപ്പൻ സ്ഥലത്തെത്തി. ഇതിനിടെയാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് 5000 രൂപ കൈക്കൂലിയായി ആവശ്യപ്പെട്ടത്. ഇതോടെയാണ് ഈ അബ്ദുള്ളക്കുട്ടി എന്ന് പറയുന്ന ആൾ തൃശൂർ വിജിലൻസ് ഓഫീസിൽ വിജിലൻസ് DYSP ആയ ജിം പോൾ CGയെ കണ്ട് ഇത്തരം ഒരു കൈക്കൂലി ആവശ്യപ്പെട്ട വിവരം അറിയിച്ചത്. തുടർന്ന് വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ 5000 രൂപ സിനോപ്സിലിൻ പുരട്ടിയ ശേഷം ഈ അയ്യപ്പന് കൈക്കൂലിയായി ഓഫീസിൽ കൊണ്ടുചെന്ന് നൽകിയത്. ഈ കൈക്കൂലി നൽകുന്നതിനിടെ സമീപത്ത് മറഞ്ഞിരുന്ന വിജിലൻസ് സംഘം ഇദ്ദേഹത്തെ ഈ കൈയോടെ ഈ 5000 രൂപ വാങ്ങിയ പൈസ അടക്കം കൈയോടെ പിടികൂടുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നാണ് പാലക്കയം വില്ലേജ് ഓഫീസിൽ അറസ്റ്റിലായ വില്ലേജ് അസിസ്റ്റന്റ് സുരേഷ് കുമാറിന്റെ ഞെട്ടിക്കുന്ന സമ്പാദ്യം വിജിലൻസ് സംഘം കണ്ടെത്തിയത്. 1 കോടി രൂപയിലേറെ വരുന്ന സമ്പാദ്യമാണ് ഈ പാലക്കയത്തെ വില്ലേജ് അസിസ്റ്റന്റ് ആയിരുന്ന ആളുടെ പക്കൽ നിന്നും അന്ന് വിജിലൻസ് സംഘം കണ്ടെത്തിയത്. അന്ന് ഏറെ കോളിളക്കമുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു അത്. അന്ന് ഈ സംഭവത്തിന് ശേഷം റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ളവർ കൈക്കൂലിക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നുള്ള രീതിയിലെല്ലാം കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പിരിച്ചുവിടുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇതിനിടെയാണ് ഈ സംഭവത്തിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും മറ്റൊരു കൈക്കൂലി കേസിൽ സമാന തസ്തികയിലുള്ള വില്ലേജ് അസിസ്റ്റന്റ് ഇപ്പോൾ 5000 രൂപ കൈക്കൂലി വാങ്ങി പിടിയിലായിരിക്കുന്നത്. അനീഷ, ഒരു കാര്യം കൂടി, ഇയാളുടെ വീട്ടിലുള്ള പരിശോധന അങ്ങനെ എന്തെങ്കിലും നടപടികളിലേക്ക് വിജിലൻസ് കടക്കുന്നുണ്ടോ? അത്തരം നടപടികളിലേക്കൊന്നും ഇപ്പോൾ കടന്നിട്ടില്ല. ആദ്യഘട്ടത്തിൽ ഇപ്പോൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഈ കൊടുത്ത കൈക്കൂലി വാങ്ങിയ സമയത്ത് തന്നെ ഇയാൾ പിടിയിലാവുകയായിരുന്നു. ഒരുപക്ഷെ നേരത്തെ ഉണ്ടായ ഈ പാലക്കയം വില്ലേജ് ഓഫീസിലെ സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാൾ നേരത്തെയും സമാന രീതിയിലുള്ള വലിയ കൈക്കൂലിക്കാരനാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വിജിലൻസ് സംഘം എന്തായാലും അന്വേഷിച്ച് തുടർന്ന് ഇദ്ദേഹത്തിന്റെ വീട് ഉൾപ്പെടെ ഇയാളുടെ പേഴ്സണൽ അക്കൗണ്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിജിലൻസ് സംഘം പരിശോധിക്കും. കാരണം പാലക്കയം വില്ലേജ് ഓഫീസിലെ സുരേഷ് കുമാർ പിടിയിലായതോടെ ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ഇതുപോലെ കൈക്കൂലി കേസിൽ ഇത്ര വലിയ ഒരു തുക കണ്ടുകിട്ടുന്ന ഒരു സംഭവം ആദ്യമായിരുന്നു. കേരളത്തെ ഉൾപ്പെടെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ ഈ ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടെ വീട്ടിലെ പരിശോധന ഉൾപ്പെടെ ഒരുപക്ഷെ വിജിലൻസ് സംഘം നടത്തിയേക്കാം. എന്തായാലും പാലക്കയത്തെ കൈക്കൂലി കേസിന് ശേഷം സമാന തസ്തികയിലുള്ള ഒരാൾ 5000 രൂപ കൈക്കൂലി വാങ്ങിയപ്പോൾ പിടിയിലായിരിക്കുകയാണ്. അനുജ, ശരി, വ്യക്തമാണ് അനീഷ്. തൃശ്ശൂരിൽ അറങ്ങോട്ടുകര വില്ലേജ് ഓഫീസ് അസിസ്റ്റന്റ് അയ്യപ്പൻ 5000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിന്റെ പിടിയിലായി. പരാതിക്കാരന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ 5000 രൂപ കൈക്കൂലി വാങ്ങുന്ന സമയത്ത് വിജിലൻസ് ഇയാളെ പിടികൂടുകയായിരുന്നു. കൂടുതൽ നടപടികളിലേക്ക്, കൂടുതൽ പരിശോധനകളിലേക്ക് വിജിലൻസ് സംഘം കടക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്നും അനീഷ് ആന്റണിയാണ്.